മക്കളെ, നിങ്ങളിപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. USS പരീക്ഷയുണ്ട്. അതുപോലെ പഴയതുപോലെ എളുപ്പം നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള അവസരമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്കറിയാമോ മലയാളത്തിൽ ഒരു കവിത തന്നിട്ട് അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന്? അസലായിട്ട് ആ കവിത ഒന്ന് വായിക്കുക. അതിനുശേഷം ആ കവിത ആരാണ് എഴുതിയതെന്നും അതുപോലെ കവിതയുടെ പേരും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ കവിതയുടെ ആശയത്തിലൂടെ നമ്മൾ പോവുക അല്ലേ. അപ്പോൾ ആ കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ കവിത മനോഹരമാക്കാൻ ചില പ്രയോഗ ഭംഗികളൊക്കെ കവി പ്രയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അല്ലേ വായിക്കുന്ന സമയത്ത്. പിന്നെ അക്ഷരങ്ങൾ, വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചിട്ട് അതിൻ്റെ ശബ്ദ ഭംഗിയൊക്കെ കൂട്ടിയിട്ടുണ്ടാവും കവി. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് നമ്മളോട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ കവിത വായിക്കുമ്പോൾ തീർച്ചയായിട്ടും 1-2 വരികൾ നമുക്കത് കൂടുതൽ ഇഷ്ടമാവും. അതിൻ്റെ ഒരു കാരണവും കൂടി എഴുതുക, ഇഷ്ടപ്പെട്ട വരിയും കാരണവും കൂടി എഴുതുക. അപ്പോൾ നമ്മുടെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടാവില്ലേ. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നമ്മുടെ സൈലത്തിൽ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവഞ്ചേഴ്സ് ബാച്ചിൽ ഇതാ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരു വർഷത്തേക്ക് 2750 രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കാണ് കേട്ടോ. അപ്പോൾ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ ആസ്വാദനക്കുറിപ്പ് പോലുള്ള അനവധി കാര്യങ്ങൾ ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിക്കാം. പാഠഭാഗങ്ങൾ മാത്രമല്ല, ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള എക്സാംസ്, യൂണിറ്റ് ടെസ്റ്റ്, അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. See you there.